നമസ്കാരം, ഞാൻ Siju Rajan. ഈ ഒരു യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ ധാരാളം ബിസിനസ് ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നും എടുക്കാനായിട്ട് പോകുന്നത്. വിഷയം ഇതാണ്, സോണിക് ബ്രാൻഡിങ്. അപ്പോൾ എന്താണ് ഈ സോണിക് ബ്രാൻഡിങ്? ഈ സോണിക് ബ്രാൻഡിങ് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുള്ള കമ്പനീസ് ഏതെല്ലാമാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ സോണിക് ബ്രാൻഡിങ് നിങ്ങൾ എന്തിന് ഇംപ്ലിമെൻറ്റ് ചെയ്യണം? അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഈ വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ ജീവനുണ്ട്. ജീവൻ, നമസ്കാരം. യെസ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് സോണിക് ബ്രാൻഡിങ് എന്നുള്ളത് തന്നെയാണ്. യെസ്, നമുക്ക് പ്രൊഡക്റ്റോ നമ്മുടെ സർവീസോ ഒക്കെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സൗണ്ടിനെയും മ്യൂസിക്കിനെയും ഒക്കെ ബ്രാൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നതിന് നമുക്ക് സോണിക് ബ്രാൻഡിങ് എന്ന് പറയാം. അപ്പം എന്തുകൊണ്ട് സോണിക് ബ്രാൻഡിങ് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് സെൻസറി ഓർഗൻസ് ഉണ്ട്. കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്. അപ്പം നമ്മളെപ്പോഴും നോക്കിയാൽ മനസ്സിലാവും, ബ്രാൻഡിങ്ങിൽ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കണ്ണിനെ മാത്രം ആണ് പലരും. അപ്പം സൗണ്ടിനെയും കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മെമ്മറബിൾ ആയിരിക്കും ആൾക്കാർക്ക്. ഇപ്പം നമ്മൾ പെട്ടെന്നൊരു സൗണ്ട് കേൾപ്പിക്കുകയാണ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിട്ടാനിയുടെ പഴയ സൗണ്ടാണ്. നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളി കാണണം, ആ കാര്യമൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്ന ബ്രാൻഡിങ് നമുക്ക് സോണിക് ബ്രാൻഡിങ് അല്ലെങ്കിൽ ഓഡിയോ ബ്രാൻഡിങ് എന്ന് പറയാം. അതായത് ബ്രാൻഡിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ ശബ്ദം കൂടി ഇൻക്ലൂഡ് ചെയ്ത്, ഇപ്പോൾ നമ്മൾ സാധാരണ വിഷ്വലി നമുക്ക് കാണാൻ കഴിയുന്ന സാധനങ്ങളാണ് നമ്മൾ പൊതുവെ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഈ ലോഗോ, നമ്മൾ കൊടുക്കുന്ന കളേഴ്സ്, ഇതെല്ലാം വിഷ്വലി കാണാൻ കഴിയും. ദെൻ ഫീൽ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു പാക്കേജിങ് നമ്മൾ തൊടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീല്, അതും ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. എൻ്റെ അടുത്ത് സ്മെല്ല് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. നമ്മളിപ്പോൾ സ്റ്റാർബക്സിൽ കയറുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു കോഫിയുടെ സ്മെല്ല് ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. ചില ഷോപ്സിൽ കയറുന്ന സമയത്ത്, നമ്മൾ ചില ഇലക്ട്രോണിക് ഷോപ്പിൽ കയറുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്മെല്ല്, ബുക്ക് സ്റ്റോറിൽ കയറുന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന ആ ബുക്കിൻ്റെ ഒരു മണം, ഇതെല്ലാം ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതെല്ലാം സെൻസറി ഓർഗൻസ് നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലൊരു ഓർഗനാണ് നമ്മളെ ചെവി എന്ന് പറയുന്നത്. സോ അതിന് സെൻസ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ബ്രാൻഡിങ്ങിൽ പുതിയൊരു കാര്യം കൂടി കൊണ്ടുവരിക, അതാണ് ഈ സോണിക് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. നമുക്ക് പണ്ടോട്ട് പലരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാര്യം നമുക്ക് കളേഴ്സിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്നത്, ബ്രാൻഡിങ് കളർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ്, അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സൗണ്ടും. കാര്യം നമുക്ക് ഒരു വളരെ സാഡ് മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നമ്മളും സാഡാവും. വളരെ എനർജറ്റിക് ആയിട്ടുള്ളൊരു മോട്ടിവേഷണൽ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന സമയത്ത് ചില ടോക്കൊക്കെ ഉണ്ടാവും. നമ്മളത് ആ സൗണ്ട് ട്രാക്ക് ഇല്ലാണ്ട് കേട്ട് കഴിഞ്ഞാൽ മഹാദുരന്തരം. പക്ഷെ അത് ഇട്ട് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഇതായിട്ട് തോന്നും. അപ്പം അത്തരത്തിൽ സൗണ്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു ഉപകാരമുണ്ട്. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് യുണീക്ക് ആയിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു സൗണ്ട് ഡൗൺലോഡ് ഇടുന്നതല്ല സോണിക് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇമോഷൻസിനെ ഇവോക്ക് ചെയ്യുന്ന രീതിയിലുള്ളൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു പഞ്ചാബി മ്യൂസിക് കേൾക്കണം, നമുക്ക് കിട്ടുന്ന ആ ഫീലല്ല കേരളത്തിലൊരു ട്രഡീഷണൽ ഒരു മ്യൂസിക്കിന് കിട്ടും. നമ്മളെ വീഡിയോസിൽ കാണുന്ന പോലത്തെ മ്യൂസിക്കുകളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീണ കിട്ടുന്ന ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ പഞ്ചാബി മ്യൂസിക് അല്ല പ്ലേ ചെയ്യേണ്ട ഒരു കൈൻഡ് ഓഫ് ജോണർ. അതെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഇമോഷൻസിനെ ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടോൺസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്തരം ടോണുകൾ ചൂസ് ചെയ്യുമ്പം നമ്മുടെ ബ്രാൻഡ് സ്റ്റോറിയുമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് DNA ആയിട്ട് മാച്ച് ചെയ്യണത്. അപ്പം ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, നമ്മളൊരിക്കലും കേരള ടൂറിസ്റ്റിൻ്റെ ഐഡി കൊണ്ട് പഞ്ചാബി മ്യൂസിക് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം ആ ഒരു ഇതിലേക്ക് നമ്മൾ ചിലപ്പോൾ ലോഗോ റിവീൽ ചെയ്യുമ്പോൾ ഒരു സൗണ്ട് ആയിരിക്കാം. നമ്മളിപ്പം ബ്രിട്ടാനിയുടെ പറഞ്ഞത് അത്തരത്തിലുള്ള ലോഗോ വരുന്ന സമയത്തുള്ള സൗണ്ടാണ്. അപ്പം അത്തരത്തിലുള്ള സൗണ്ടുകൾ കൊണ്ടുവരുന്ന സമയത്ത് ആ ബ്രാൻഡിൻ്റെ ഒരു DNA അതിലുണ്ടായിരിക്കണം. വെറുതെ ഒരു സൗണ്ട് കൊടുക്കുന്നതല്ല, അത് യുണീക്കായിട്ടുള്ളൊരു DNA കൊണ്ടുവരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഫേമസ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഈ ഒരു നമ്മളിപ്പോൾ മെമ്മറബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ള സോണിക് ബ്രാൻഡിങ് ഉപയോഗിച്ചുള്ള കമ്പനീസ് ഏതെല്ലാമാണ്? അതിൻ്റെ ടോൺ എങ്ങനെയാണ്? അത് നമുക്കൊന്ന് ഡിസ്കസ് നോക്കണ്ട. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. നമ്മൾ നേരത്തെ ബ്രിട്ടാനിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളി കാണുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇന്റൽ ഉണ്ട്. ഇന്റലിൻ്റെ അവർ തന്നെ ആഡല്ല, പൊതുവേ മറ്റൊരു ലാപ്ടോപ്പ് കമ്പനിയുടെ ആഡിൻ്റെ അവസാനം ഇവരെ ലോഗോ റിവീൽ ചെയ്തിട്ട്, അത് കുറച്ചും കൂടി സിമിലർ ആണ്. ബ്രിട്ടാനിയുടെയും ഇന്ത്യൻ്റെയും കുറച്ച് സിമിലർ ആണ്. അത് സൗണ്ടാണ്. അപ്പോൾ അതൊരു അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അറിയാം, ഓക്കെ ഇത് ഇന്ത്യൻ്റെ സൗണ്ടാണ്. എഗെയിൻ നമുക്ക് ഈ മാക് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നൊരു സൗണ്ട് ഉണ്ട്, ബൂട്ടപ്പ് ചെയ്യുന്നൊരു സൗണ്ട് ഉണ്ട്. അത് അവർ ആദ്യത്തെ മാക്കിൻടോഷ് മെഷീൻ തൊട്ട് അതേ സൗണ്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ടല്ല. വിൻഡോസിന് അങ്ങനെ സൗണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറ്റി അതിപ്പം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത പോലും ആയിട്ടുണ്ട്. പണ്ടത് നല്ലൊരു സൗണ്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് ഈ ബ്രാൻഡ് നെയിം പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരു ഇതാണ്. അപ്പം വോക്സ് വാഗൻ്റെ പരസ്യത്തിനൊക്കെ അവസാനം വോക്സ് വാഗൻ, അപ്പം അത് കേൾക്കുന്ന സമയത്ത് അത് വലിയൊരു രസമുള്ള. അതുപോലെ തന്നെ മറ്റ് ചില ബ്രാൻഡുകൾ അങ്ങനെ ചെയ്യുന്ന കാണാം. ദെൻ നമുക്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ ഇൻട്രോ
ആ വരുന്ന സമയത്ത് ജിൻ ജിൻ എന്ന് പറഞ്ഞു. ഇപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അതിലൊരു എന്തോ ഒരു ക്യൂരിയസ് ആയിട്ടുള്ള എന്തോ ഒരു വലിയ സംഭവം നമ്മൾ കാണാൻ പോകുന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന സൗണ്ടിന് പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു കാര്യമാണ്. ഗൂഗിൾ പേയുടെ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അത് കേൾക്കുമ്പോഴേ അറിയാം ആർക്കും പൈസ അയച്ചല്ലോടാ എന്ന് പറയും നമ്മൾ. നോക്കിയുടെ ബൂട്ട് സ്ക്രീനിൽ വരുന്ന ആ സൗണ്ട്, ഇതൊക്കെ നോക്കിയുടെ സൗണ്ട് വന്നതിന് വലിയ സ്റ്റോറി തന്നെയുണ്ട്, പിന്നീട് ഒരിക്കലും ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരത്തിൽ ഇത്തരം സൗണ്ടുകൾ, ഇതിനകത്ത് യുണീക്കായ സൗണ്ടുകൾ നിങ്ങളുടെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗങ്ങളിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ മെമ്മറബിൾ ആവുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമുക്കിത് പോസിബിൾ ആയിട്ടുള്ളത് ഈ വിഷ്വൽ മീഡിയാസിൽ ആണ്, ആഡ്സിലും മറ്റു കാര്യങ്ങളിലാണ് കൂടുതലായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഈവൻ ഷോപ്സിനകത്ത് നിങ്ങൾ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണെങ്കിൽ അതിനകത്തും പ്ലേ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മ്യൂസിക് ഉണ്ട് എങ്കിൽ. കാരണം അത് കേൾക്കുന്ന സമയത്ത് ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരും അത് ഈ ഒരു ഷോപ്പാണെന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇനി എന്തിനാണ് ഇത് ചെയ്യുന്നത്, റൈറ്റ്? നമ്മൾ ഇപ്പോൾ എന്താണ് സോണിക് ബ്രാൻഡിങ് നോക്കി, ഇത്തരത്തിൽ ചെയ്തിട്ടുള്ള കമ്പനീസിനെ കുറിച്ച് നോക്കി. ഇനി ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത്, ഡെഫിനറ്റ്ലി ബ്രാൻഡിങ് എന്തിന് ചെയ്യുന്നു അതിൻ്റെ സെയിം ഗുണം തന്നെയാണ് ഇതിനകത്തും ഉള്ളത് എങ്കിൽ നമുക്ക് ഒന്നുകൂടെ പറയാം ഇത് ചെയ്യുന്നത് കൊണ്ട് സ്പെസിഫിക് ആയിട്ട് കിട്ടുന്ന ഗുണം എന്താണെന്നുള്ളത്. സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ മെമ്മറബിൾ ആക്കുക എന്നുള്ളതാണ് ഏതൊരു ബ്രാൻഡിങ്ങിൻ്റെ ഉദ്ദേശം. അപ്പം ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കത് കാണുക പോലും വേണ്ട, അപ്പുറത്തെ റൂമിലെ TV-യിൽ ഒരു ആഡ് റൺ ചെയ്ത് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ആത്യന്തികമായ ഉദ്ദേശം. നമ്മൾ ഈ ലോഗോനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈവൻ പേരില്ല എന്നുണ്ടെങ്കിൽ ലോഗോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ബ്രാൻഡ് ഏതാണെന്ന് മനസ്സിലാവുമെന്ന് പറയും. നമുക്ക് ചില കളേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങളുടെ പേരും ലോഗോയും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ആ കളർ കാണുന്ന സമയത്ത് അത് എന്ത് ബ്രാൻഡാണെന്ന് പറയാൻ കഴിയണമെന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെയാണ് ഈ ശബ്ദം കേൾക്കുന്ന സമയത്ത് മറ്റൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ച് കേട്ട് കഴിഞ്ഞാൽ, ഈവൻ റേഡിയോയിലൂടെ നിങ്ങൾ ആ സൗണ്ട് കേട്ട് കഴിഞ്ഞാലും ഓക്കെ ഇത് ഈ ബ്രാൻഡിൻ്റെ ആണെന്ന് പറയാനായിട്ട് കഴിയുന്നു എങ്കിൽ, ആൾക്കാർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നു എങ്കിൽ അതാണ് ബ്രാൻഡിങ്. യെസ്. സോ എന്താണ് സോണിക് ബ്രാൻഡിങ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ. അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിലും ഡെഫിനറ്റ്ലി സോണിക് ബ്രാൻഡിങ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ പ്രൊഡക്ട്സിനും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഒരു മേന്മയായിരിക്കും. എന്തായാലും നിങ്ങൾ ബ്രാൻഡിങ് ചെയ്യുന്നുണ്ട്, അപ്പോൾ സോണിക് ബ്രാൻഡിങ് കൂടി നിങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ജീവൻ സൈനിങ് ഓഫ്. ബൈ ബൈ.